രണ്ടാം പഴശ്ശി വിപ്ലവം. നമുക്ക് രണ്ടാം പഴശ്ശി വിപ്ലവത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളെയും ഉത്തരങ്ങളെയും പരിചയപ്പെടാം. ആദ്യം തന്നെ, നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്താണ്? നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലം രണ്ടാം പഴശ്ശി വിപ്ലവം ആണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണമാണ് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പഴശ്ശി സൈന്യത്തെ നയിച്ചവർ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചവർ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ, പള്ളൂർ ഏമൻ നായർ. നാലാമത്തത്, രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് തലയ്ക്കൽ ചന്തു. എടച്ചേന, കുങ്കൻ, തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം. എടച്ചേന, കുങ്കൻ, തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം 1802. കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശി ഗോറില്ല യുദ്ധം നടത്തിയത് എവിടെ വെച്ചാണ്? കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശി ഗോറില്ല യുദ്ധം നടത്തിയത് എവിടെ വെച്ചാണ്? വയനാട് കുന്നുകളിൽ വെച്ചാണ്. വയനാട് കുന്നുകളിൽ. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവി. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആർതർ വെല്ലസ്ലി. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ. പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘം കോൽക്കാർ. പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘം കോൽക്കാർ.